നമുക്ക് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ് ഇതിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിപ്പോൾ ടീച്ചേഴ്സ് തന്നെ ആവണം, ആദ്യം തന്നെ ഇതെങ്ങനെ റീച്ചിലോട്ട് എത്തിക്കാം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇൻകം എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. നമുക്കൊരു +2 കഴിഞ്ഞ കുട്ടിക്ക് ഓൺലൈൻ ട്യൂട്ടറിങ്ങിനെ പറ്റിയിട്ട് എന്താ എങ്ങനെയാ എന്നൊക്കെ ഒന്നറിഞ്ഞാൽ നീ പറഞ്ഞു തന്നിട്ട് വേണോ ഞങ്ങൾക്ക് അറിയാൻ എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അതെ, ഈ ഒരു ക്യാഷ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ വീട്ടിലിരുന്ന് സമ്പാദിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. നിനക്കിവിടെ എന്തിൻ്റെ കുറവാണ്, ഇതിൻ്റെ എന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്ത് കുറവാണ് വരുത്തുന്നത്, ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ കാര്യം ഞാൻ നാളെ ചെയ്തു തരുന്നല്ലോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇങ്ങനെയുള്ള പല ഡയലോഗും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നേരിട്ട് അനുഭവിക്കുമ്പോൾ മാത്രം അറിയാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാത്തൊരു സമയം. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. മടി പിടിച്ച് മടിക്ക് പകരം പല റീസൺസ് കണ്ടുപിടിച്ചിരിക്കുന്നവരാണ്. ഇനി ആ കാലമൊക്കെ കഴിയാനുള്ള സമയമായി. അപ്പോൾ ഇനി തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ തീരുമാനിക്കാൻ റെഡിയാണെങ്കിൽ കൂടെ കൂടിക്കൊള്ളു കേട്ടോ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മുടെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ എല്ലാ സ്ത്രീകൾക്കും കടന്നു പോവേണ്ടി വരും അല്ലേ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ. പക്ഷെ ഒരു നല്ല ജോബുണ്ട്, റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ടും നമുക്ക് അതിൽ നിന്നൊരു ഇൻകം കിട്ടുന്നുണ്ട് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ വരാനില്ല. പക്ഷെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഒരാൾ പല റീസൺസ് കണ്ടുപിടിച്ച്, അതായത് അവനവൻ്റെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിടുന്ന പല റീസൺസ് കാണും. അയ്യോ ഇതുകൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുണ്ട് അതുകൊണ്ട് പറ്റുന്നില്ല, ഓക്കെ ഹസ്ബൻഡിന് എന്നെ ജോലിക്ക് വിടാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു 100 കണക്കിന് കാര്യങ്ങൾ കാണും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് ഈ ഒരു ഓൺലൈൻ ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതെ, ഒരു മണിക്കൂറിൽ 500 രൂപ നമുക്ക് വീട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിച്ച് തന്നെ നമുക്ക് സമ്പാദിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ട്യൂട്ടറിംഗ് ആണ് ഇതിൽ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഓഫ്ലൈൻ ട്യൂട്ടറിംഗ് എടുക്കാവുന്നതാണ്. ഓഫ്ലൈൻ ട്യൂട്ടറിംഗ് എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്ലാസ്സിലെ തന്നെ കുട്ടിയെ നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് അല്ലേ. അടുത്ത് നമ്മൾ അയൽവക്കത്തെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് കുട്ടികൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കെല്ലാം ഒറ്റ ക്ലാസ്സിലെ കുട്ടികളെ കിട്ടാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. പല ക്ലാസ്സിലെ കുട്ടികളായിരിക്കും നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ തന്നെ 1-2 കുട്ടിയായിരിക്കും. പക്ഷെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ലൊരു ടാലൻറ്റ് തന്നെ വേണ്ടി വരും. കാരണം പല പോർഷൻസ് ആയിരിക്കും, പല ചാപ്റ്റേഴ്സ് ആയിരിക്കും, പല ടെസ്റ്റ് പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അത് ഫുള്ള് നമുക്ക് മാനേജ് ചെയ്യാൻ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടേണ്ടി വരും, നല്ലൊരു സ്ട്രെസ് എടുക്കേണ്ടിയും വരും. അത് റെഡി ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്നൊരു ഫീൽഡ് തന്നെയാണ് ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ദിവസം നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനപ്പുറത്തോട്ട് നമുക്കായിട്ട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അതിനപ്പുറത്തായിട്ട് നമുക്ക് എന്നാ വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈമും കൂടിയാണ്. അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫീൽഡ് തന്നെയാണ് ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്ക് സ്കൂൾ ക്ലാസ്, അതായത് നഴ്സറി സെക്ഷൻ മുതൽ നമുക്ക് 12th വരെ എടുക്കാം. അത് പോയിട്ട് നമുക്ക് യോഗ ക്ലാസ്സസ്, ഡ്രോയിങ് ക്ലാസ്സസ്, നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ള ടാലൻറ്റ്, അത് ഏതിലാണോ ഉള്ളത് അതിന് നമുക്ക് തന്നെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അതിനപ്പുറത്തോട്ട് നമുക്കതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അതോടുകൂടി തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മൾ ഇതൊന്ന് പകർന്നു കൊടുക്കാനും നമുക്ക് പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് നമുക്ക് ട്യൂട്ടറിംഗ് എന്ന് പറയുന്നത്. ഇതിലെന്തോ ഇത്ര അറിയാനിരിക്കുന്നത്, അല്ലെങ്കിൽ നീ പറഞ്ഞു തന്നിട്ട് വേണോ ഞങ്ങൾക്ക് അറിയാൻ എന്നൊക്കെയാണോ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതായിരിക്കും, പക്ഷെ ഒരാൾ നമ്മളെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് ഇൻഫ്ലുവൻസ് ആവും അല്ലേ. അങ്ങനെ ആർക്കെങ്കിലും ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. വെറുതെ ഇരുന്ന് ഒരുപാട് പേരെ എനിക്കറിയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉൾപ്പെടെ വെറുതെ സർട്ടിഫിക്കറ്റുകൾ വാരി വെച്ച് വെറുതെ വീട്ടിലിരുന്ന് കളയുന്നവരുണ്ട് കേട്ടോ. ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർ, പക്ഷെ റീസൺസ് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ എന്ന് പറയാമെന്നല്ലാണ്ട് അതിനപ്പുറത്തോട്ടൊരു ചാൻസ് ഉണ്ടോ എന്ന് ചിന്തിക്കൽ പോലും ഇല്ല. അങ്ങനെയുള്ളവർ തീർച്ചയായും സ്കിപ്പ് അടിക്കാണ്ട് കാണണം കേട്ടോ. ഓൺലൈൻ ട്യൂട്ടറിങ്ങിനെ പറ്റിയിട്ട് എന്താ എങ്ങനെയാ എന്നൊക്കെ ഒന്നറിഞ്ഞാലോ. ഓൺലൈൻ ട്യൂട്ടറിങ് നമുക്ക്
എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ മീറ്റോ സൂം മീറ്റോ സാധാരണ ഒരു ആൻഡ്രോയിഡ് ഫോണും ഒരു മാർക്കർ പെന്നും ഒരു വൈറ്റ് ബോർഡും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏത് സബ്ജക്റ്റാണോ സെലക്ട് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ ഏത് സബ്ജക്റ്റിലാണോ നമുക്ക് അറിവ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ പ്രൊഫഷണലി ഓക്കെ ആയിട്ടുള്ളത്, അതിപ്പോൾ ടീച്ചേഴ്സ് തന്നെ ആവണമെന്നില്ല കേട്ടോ. നമുക്കൊരു +2 കഴിഞ്ഞ കുട്ടിക്കാണെങ്കിൽ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരുപാട് കാലം പഠിത്തം കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞ് എടുക്കുന്നവരെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറയുന്നത്. കാരണം അവരുടെ ടച്ച് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽഡ് കൂടിയാണ് അല്ലേ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ആ +2 വരെയുള്ള സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈമും കൂടിയാണ്. എത്ര പറഞ്ഞാലും +2 വരെ നല്ലൊരു എഫേർട്ട് ഇട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്, നമുക്ക് തന്നെ ടൈം കിട്ടത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് മുതൽ നമുക്ക് ഏത് ഏജിലായിട്ടുള്ളവർക്ക് വേണമെങ്കിലും ഈ ടീച്ചിങ് ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ളവർക്കായിരുന്നാൽ പോലും വലിയ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഇല്ലാത്തവർക്കാണെങ്കിൽ പോലും എടുക്കാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ ഓൺലൈൻ ട്യൂട്ടറിങ്ങിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ആ ഒരു സബ്ജക്റ്റിൽ ആ ഒരു ക്ലാസ് മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ക്ലാസ്സിന് മാത്രം എടുക്കാൻ പറ്റും കേട്ടോ. എത്ര കുട്ടികൾ വേണം നമുക്ക് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ ഇതിനനുസരിച്ച് ആഡ് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ ടൈം ഇടാൻ കിട്ടുവാണ്, നെക്സ്റ്റ് ഒരു ബാച്ച് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഇതെങ്ങനെ റീച്ചിലോട്ട് എത്തിക്കാം അല്ലെങ്കിൽ ഇതെങ്ങനെ ആളുകളിലോട്ട് എത്തിക്കാം എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാമല്ലേ ഈ പത്രത്തിൻ്റെ കൂടെയൊക്കെ നോട്ടീസൊക്കെ കിട്ടല്ലേ. അതായത് നമ്മളൊക്കെ അടുത്തൊരു ട്യൂഷൻ സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേപ്പറിൻ്റെ കൂടത്ത് ന്യൂസ് പേപ്പറിൻ്റെ കൂടത്ത് ഒരു ചെറിയൊരു നോട്ടീസ് അവർ അതിൽ കൂടെ വെച്ചിട്ട് അങ്ങനെയായിരിക്കും അല്ലേ അവർ നമുക്ക് എൻ്റെയൊക്കെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ഇത് മാറി ഇപ്പം നമുക്ക് തന്നെ നമുക്ക് വേറെ ഒന്നിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഈ 3 സംഭവങ്ങൾ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മൾ ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് ഷോർട്സ് ആയിട്ട് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റീച്ച് കൂടിക്കൊണ്ടിരിക്കുക. അത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് റീച്ച് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അത് ബാക്കിയുള്ളവരിലോട്ട് എത്തുമ്പോൾ തന്നെ അവരെ കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് നമ്മളുടെ ആ ഒരു അറിവിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ബ്രീഫ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്, അത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ കുട്ടിക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് പാരൻറ്റിൻ്റെ കയ്യിലെത്തുമ്പോൾ അവർ ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമുക്ക് ഈ ട്യൂഷൻ നമുക്ക് ഫീൽഡിലോട്ട് കിട്ടുകയും ചെയ്യും ഓൺലൈൻ ട്യൂഷനായിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറും എല്ലാ വീഡിയോസിൻ്റെ കൂടി നമ്മളെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലൂടെ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ട്യൂഷൻ അവൈലബിൾ ആണോ അല്ലെങ്കിൽ ഏത് ടൈമിലാണ് അവൈലബിൾ ആണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പാരൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. പാരൻറ്റിൻ്റെ ടൈമിങ്ങും നമ്മുടെ ടൈമിങ്, കുട്ടിക്ക് ഇത് എപ്പോഴാണ് പറ്റുന്ന ടൈമിങ് എന്നൊക്കെ കൂടെ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു ടൈമിങ്, ആ ടൈമിങ്ങാണ് നമ്മുടെ ആ ഒരു 1 അവർ. ആ ഒരു 1 അവർ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ഇൻകം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇൻകം എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. നമുക്കിപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് മിനിമം നമുക്കൊരു 500 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരുപാട് കുട്ടികളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യമേ തന്നെ തുടങ്ങരുത്. ഏതൊരു നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലെ തന്നെയും ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ എത്തുന്ന ഒരു കുട്ടിയായിരിക്കും. പക്ഷെ ആ ഒരു മന്ത് കഴിയുമ്പോൾ ആ കുട്ടിയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിലെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് നമുക്ക് കുട്ടികളുടെ അളവ് കൂടുകയായി. ആ കൂടുന്നതനുസരിച്ച് നമുക്ക് ബാച്ചുകളിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. നല്ല ടൈം ഉണ്ടെങ്കിൽ ഈ 1 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ 1 മണിക്കൂർ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അത്രയും കുട്ടികളെ നമുക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ 2 ബാച്ചായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ തന്നെ ഡബിളായിട്ട് നമുക്കത് കിട്ടും. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ നമ്മളിടുന്ന എഫേർട്ടും ആ എഫേർട്ടിൽ കുട്ടികൾക്ക് അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ആവുന്നു എന്നുള്ള റേഞ്ചിലായിരിക്കും ആ ഒരു ഗ്രോത്ത് നമുക്ക് വരുന്നത്. ഒരു പക്ഷെ നമുക്ക് തന്നെ അവോയ്ഡ് ചെയ്ത് കളയേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ വരെ വരാം. കാരണം എന്ന് വെച്ചാൽ കുട്ടികളുടെ ടൈമിംഗ് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 അവർ മാത്രമായിരിക്കും. ആ ഒരു 2 അവറിനകത്ത് വെച്ചിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാം, ഇത്രയും കുട്ടികളെ ബാച്ചിൽ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. അതിനപ്പുറത്തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ക്യാൻസലേഷൻ വരെ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് നല്ല കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർ, അപ്പം നമ്മളെപ്പോഴും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമാണ് നമ്മളെപ്പോഴും പറയുന്നത്, അയ്യോ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് നമുക്ക് ഈവനിങ് ഒരു 4 മണി കാൽക്കുലേറ്റ് ചെയ്യും. 4 മണിക്ക് അകത്ത് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ടൈം അവൈലബിൾ ആയിട്ടുള്ള അത് നമ്മൾ പാരൻറ്റുമായിട്ട് സംസാരിച്ച് അതിനനുസരിച്ച് നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു 10 മണിക്കകത്ത് വെച്ചിട്ട്, അതായത് കുഞ്ഞു കുട്ടികളല്ല, ഇച്ചിരി വലിയ കുട്ടികൾക്കാണ് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 10 മണിക്കകത്ത് വെച്ചിട്ട് ക്ലാസ് നമ്മൾ 1 മണിക്കൂർ ടൈം നമുക്ക് എപ്പോഴും വേണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ ആ ലിങ്ക് വഴി സൂം മീറ്റ്, ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ക്ലാസ് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടൈമിൻ്റെ കാര്യത്തിൽ 1 മണിക്കൂർ നമുക്ക് എവിടെ സേവ് ചെയ്യാൻ പറ്റാത്തത്? ഒരു കുഞ്ഞു കുട്ടികളുള്ള അമ്മയ്ക്കാണെങ്കിൽ പോലും 1 മണിക്കൂർ നമുക്ക് നമ്മുടെ ഒരു ഡേ നമ്മൾ ക്രമീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുക തന്നെ ചെയ്യും. ആ 1 മണിക്കൂർ നമുക്ക് ഒരിക്കലും അയ്യോ കുഞ്ഞ് കാരണം എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു എന്നൊരു നമുക്കൊരു ബുദ്ധിമുട്ട് വരാതെ, അതായത് നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽഡായി ഇരിക്കുന്ന ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്കപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ആ 1 മന്ത് നമ്മുടെ കയ്യിൽ ഇൻകം വരാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. കാരണം വേറൊരാൾ നമ്മൾ അതിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക. അത് എത്ര നല്ല ഒരാൾ, ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലി, അത് ആരായിരുന്നാലും നമുക്കൊരു ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അതായത് അത്യാവശ്യം ഒരു സാധനം വാങ്ങാൻ, നമ്മുടെ എമർജൻസി സാധനം വാങ്ങാൻ പോലും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് എടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് മറ്റൊരാളിൽ നിന്ന് വാങ്ങാം, അത് വലിയ തെറ്റൊന്നും അല്ല. പക്ഷെ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം അത് അനുഭവിക്കുമ്പോൾ മാത്രം അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. പൊതുവേ പെൺകുട്ടികൾക്ക് നമ്മൾ എത്ര നന്നായിട്ട് വിദ്യാഭ്യാസം കൊടുക്കും. ഇപ്പം എനിക്കൊരു കുഞ്ഞു മോളുള്ളതാണ്, ഞാനായിരുന്നാലും ഓക്കെ അവളുടെ കരിയർ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ അവളുടെ കാര്യത്തിന്, ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ തന്നെയാണെങ്കിൽ പോലും ഓക്കെ എഡ്യൂക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേറ്റഡ് ആണ്, എങ്കിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നില്ല, വർക്കിംഗ് അല്ല എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ തന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ റീതിങ്ക് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും അല്ലേ. ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാണ് ഞാൻ ഇത്രയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ബാഗിൽ കൊള്ളാൻ പറ്റാത്ത അത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇതൊക്കെ എന്തിനാ എന്നൊരു വില, ആ ഒരു സർട്ടിഫിക്കറ്റിന് പോലും വാല്യൂ, ഒരു പേപ്പറിൻ്റെ വാല്യൂ മാത്രം വരുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. നമ്മൾ ഒരു 10 മുതൽ നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഓരോ കടമ്പയെ കടന്നു പോകുന്നതെന്ന് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അല്ലേ. ആ 10ൽ ആ ഒരു സർട്ടിഫിക്കറ്റിൽ മാത്രം നമുക്ക് അടുത്തൊരു ഇയറിലോട്ട് കടന്നു പോവാം. ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അതിൻ്റെ അടുത്തൊരു സ്റ്റേജ്, അതിനപ്പുറത്തോട്ട് ആ ഒരു സർട്ടിഫിക്കറ്റിന് എന്തുവാ വാല്യൂ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ BEd ആണ്, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ഞാൻ എൻജിനീയറിംഗ് ആണ്, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ. ഇപ്പം നമ്മൾ MBBS കഴിഞ്ഞവരായിരുന്നാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായിരുന്നാൽ പോലും എത്രയോ പേര് അത് കഴിഞ്ഞതിന് ശേഷം വെറുതെ വീട്ടിൽ സർട്ടിഫിക്കറ്റും വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ വീട്ടിലെ പണിയെടുക്കാൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ ഇല്ല. പക്ഷേ നമ്മളെ ഉള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ അതിനപ്പുറത്തോട്ട് എപ്പോഴും ഒരു ടെൻഷനായിട്ടുള്ള കാര്യം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ഒന്നും എത്താൻ പറ്റിയിട്ടില്ല, ഒന്നും ഒരു ഫ്രീഡം ഇല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്നൊരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഓൺലൈൻ ട്യൂട്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ 1 മണിക്കൂർ മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചെടുത്താൽ ഈ ട്യൂട്ടറിങ് അല്ലാണ്ട് തന്നെ വേറെയും ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓരോ ടിപ്സിനും ട്രിക്സിനും എല്ലാം വേണ്ടിയിട്ട് നമുക്ക് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. എൻ്റെ കൂടെ കൂടിക്കോളൂ. അപ്പോൾ അതിനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള രീതിക്ക് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്കിനി അടുത്ത നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ.